സൈറൺ മുഴങ്ങും 4:05 മുതൽ 4:30 വരെയുള്ള സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സജോ ദേവസ്യ, ഡൽഹിയിൽ നിന്നും ഡോബിൾ ബാരിക്കാരൻ, തിരുവനന്തപുരത്ത് നിന്നും സുനിഷ അയല്ലൂരും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സജോയിലേക്ക്. സജോ, മോക്ക് ഡ്രില്ലിന്റെ ക്രമീകരണങ്ങൾ എവിടെ വരെ എത്തി? അല്പസമയത്തിനുള്ളിൽ സൈറൺ മുഴങ്ങും. സൈറൺ മുഴങ്ങിയാൽ ആദ്യം എന്തു ചെയ്യണം? അരുൺകുമാർ, സൈറൻ മുഴങ്ങിയിരിക്കുകയാണ്. ആദ്യ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയിരിക്കുകയാണ് എന്നതാണ്. അതിൽ ഇവാക്യുവേഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ മറ്റെല്ലാ ഇടങ്ങളിലും ആളുകൾ ലൈറ്റ് ഓഫ് ചെയ്ത് വീടിനകത്ത് സുരക്ഷിതമായി മാറുക. പൊതുവിടങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ബാധകമല്ലാത്തവരെല്ലാം ഒരു നിമിഷമായി സൈറൺ ഒന്ന് കേൾപ്പിക്കാം. സൈറൺ സൈറൺ രാജ്യമെമ്പാടും ഒരുമിച്ച് സൈറൺ മുഴങ്ങിയിരിക്കുന്നു. സൈറൺ സജോ തുടരാം. അരുൺകുമാർ, സൈറൻ മുഴങ്ങിയിരിക്കുകയാണ്. അതായത് നേരെ മോക്ക് ഡ്രില്ലിലേക്ക് കടക്കുകയാണ്. രാജ്യത്ത് എമ്പാടും യുദ്ധസമാനമായ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് സാധാരണ ആളുകളെ അവിടെ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യുന്ന നടപടികളാണ്. പോലീസും ഫയർഫോഴ്സും അവിടെയുണ്ട്. മോക്ക് ഡ്രില്ലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഇതിൽ. ഒരു സീൻ, അതായത് ഇപ്പോൾ ഫയർഫോഴ്സ് പോകുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മറ്റൊരിടത്ത് ആളുകൾ ഇരിക്കുന്നത് കാണാം. ചിലയിടങ്ങളിലേക്ക് ആളുകൾ ഒരു മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അനൗൺസ്മെന്റുകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. 30 സെക്കൻഡ് വീതമുള്ള 3 സൈറണുകൾ കേട്ടു. അനൗൺസ്മെന്റുകൾ മുഴങ്ങി. ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങൾ പാഞ്ഞു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും ഫയർഫോഴ്സും വളരെ വേഗം സ്ട്രെച്ചറിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ആംബുലൻസിലേക്ക് കയറ്റുന്നു. പരിക്കേറ്റ ഒരാൾ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രില്ലിൽ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എങ്ങനെയാണ് പരിക്കേറ്റ ആളുകളെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്, ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ, ഒരു മിലിറ്ററി ആക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഒരാളെ ആംബുലൻസിലേക്ക് കയറ്റി മറ്റൊരാളെ സിവിൽ ഡിഫൻസിൻ്റെ അഗ്നിശമന സേനാംഗങ്ങളുടെയും പ്രവർത്തകർ കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ അത് സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന രീതിയിലാണ് മോക്ക് ഡ്രിൽ ഇപ്പോൾ നടക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം. ആംബുലൻസിലേക്ക് കയറ്റി നിമിഷങ്ങൾക്കുള്ളിൽ വാഹനം അവിടെ നിന്ന് പുറപ്പെടുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ അതാത് ഇടങ്ങളിലേക്ക് പാഞ്ഞെത്തുന്നു. മോക്ക് ഡ്രിൽ ഈസ് ഓൺ. കേരളത്തിലെ ജില്ലകളിൽ നടക്കുന്ന മോക്ക് ഡ്രില്ലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ അഗ്നിശമന സേനാ വിഭാഗം ആളുകൾ തീയണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. തീയണയ്ക്കാൻ ഏതെങ്കിലും കെട്ടിടങ്ങളിൽ ഒരു ഏരിയൽ സ്ട്രൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ, വ്യോമാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അഗ്നിശമന സേനാ വിഭാഗം ഒരുക്കുന്നത്. ഒരു ഭാഗത്ത് അഗ്നിശമന സേനാ വിഭാഗം, മറുഭാഗത്ത് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ. 30 സെക്കൻഡ് വീതം 3 തവണ അലാറം മുഴങ്ങി. അതിനുശേഷം അനൗൺസ്മെന്റുകൾ വന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രില്ലുകൾ നടക്കുകയാണ്. മോക്ക് ഡ്രില്ലുകൾക്കായി അഗ്നിശമന സേനാംഗങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, പോലീസ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, NSS, NCC. അനൗൺസ്മെന്റ് എല്ലാവരും സൈഡിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. സേഫായ സ്ഥലങ്ങളിൽ നിങ്ങൾ മാറിയിരിക്കേണ്ടതാണ്. ഇപ്പോൾ അനൗൺസ്മെന്റിന് വേണ്ടി സിവിൽ ഡിഫൻസ് വോളണ്ടിയർ അനൗൺസ്മെന്റ് ചെയ്യുന്നതാണ്. എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ജനങ്ങളുടെ സുരക്ഷ ചെയ്തുകൊണ്ട് അറ്റാക്കിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് ജനങ്ങൾ മാറിയിരിക്കേണ്ടതാണ്. ഇതാണിപ്പോൾ പ്രേക്ഷകർ. സൈറൺ മുഴങ്ങാത്ത ഇടങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ അനൗൺസ്മെന്റ് ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. രാജ്യം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും സേഫ് ആയിട്ടുള്ള സൈഡുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറിയിരിക്കേണ്ടതാണ്. അറ്റാക്കിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് സൈഡുകളിലേക്ക് മാറിയിരിക്കേണ്ടതാണ് ജനങ്ങൾ. അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് നിങ്ങൾ മാറിയിരിക്കേണ്ടതാണ്. അറ്റാക്കിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് സേഫായ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മാറേണ്ടതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത്?
കയ്യിൽ ലൈറ്റ് ആയിട്ടുള്ള എല്ലാ പ്രകാശം വരുത്തുന്ന എല്ലാ ഉപകരണങ്ങളും ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രകാശം പുറത്ത് വരാത്ത രീതിയിൽ, ശത്രുക്കൾക്ക് നമ്മൾ അടയാളം കാട്ടാത്ത രീതിയിൽ എല്ലാം ഓഫ് ചെയ്ത് വെക്കുക. എല്ലാ ജനലുകളും അടച്ച് മൂടി പ്രകാശം പുറത്ത് വരാത്ത രീതിയിൽ വെക്കേണ്ടതാണ്.